ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 5th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ദ ഫാമർ എന്ന പോയമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ദ ഫാമർ എന്ന് പറഞ്ഞാൽ കർഷകർ. മണ്ണിൽ പണിയെടുത്ത് നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തരുന്നവരെയാണ് നമ്മൾ കർഷകർ എന്ന് പറയുന്നത്. കർഷകർക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പോയം വായിക്കാം. വി ഓൾ അഡ്മയർ ഹീറോസ്. നമ്മളെല്ലാം ഹീറോസിനെ ആരാധനയോടെ കാണുന്നവരാണ്. ഹൂ ഈസ് യുവർ ഹീറോ? നിങ്ങളുടെ ഹീറോ ആരാണ്? ഹിയർ ഇസ് എ പോയം സെലിബ്രേറ്റിംഗ് ദ അൺസങ് ഹീറോസ് ഓഫ് ദ വേൾഡ്. ഒരിക്കലും പാടിപ്പുകഴ്ത്തപ്പെടാത്ത ഹീറോസിനെ കുറിച്ച് പറയുന്ന ഒരു പോയമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ദ ഫാമർ. ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ. ദ ലോർഡ് മേ ലിവ് റൈറ്റ് റോയലി. രാജാക്കന്മാർ കരയിലും കടലിലും ഭരണം നടത്തുന്നു. പ്രഭുക്കന്മാർ രാജകീയമായ രീതിയിൽ ജീവിക്കുന്നു. ദ സോൾജിയർ റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ്. പട്ടാളക്കാർ വളരെ അഭിമാനത്തോടെയും അന്തസ്സോടെയും റൈഡ് ചെയ്യുന്നു. ദ സെയിലർ റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്. സെയിലർ എന്ന് വെച്ചാൽ കപ്പൽ യാത്രക്കാർ അല്ലെങ്കിൽ നാവികർ വിശാലമായ കടലിലൂടെ യാത്ര ചെയ്യുന്നു. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. പക്ഷേ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും കർഷകനാണ് ഇവരെല്ലാം തീറ്റിപ്പോറ്റുന്നത്. ഇവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നത് കർഷകൻ മണ്ണിൽ പണിയെടുത്തിട്ടാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോകാം. ദ റൈറ്റർ തിങ്സ്, ദ പോയറ്റ് സിങ്സ്. എഴുത്തുകാർ ചിന്തിക്കുന്നു, കവികൾ പാട്ട് പാടുന്നു. ദ ക്രാഫ്റ്റ്സ്മെൻ ഫാഷൻ വണ്ടർസ് തിങ്സ്. കരകൗശല വിദഗ്ധർ കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ, അത്ഭുതകരമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ദ ഡോക്ടർ ഹീൽസ്. ഡോക്ടർമാർ സുഖപ്പെടുത്തുന്നു. ദ ലോയർ പ്ലീഡ്സ്. വക്കീൽമാരെന്താ ചെയ്യുന്നത്? അവർ നീതിക്ക് വേണ്ടി യാചിക്കുന്നു അല്ലെങ്കിൽ വാദിക്കുന്നു. ദ മൈനർ ഫോളോസ് ദ പ്രീഷ്യസ് ലീഡ്സ്. മൈനർ എന്ന് പറഞ്ഞാൽ ഖനികളിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവർ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ കുഴിച്ചെടുക്കുന്നു. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇവരെല്ലാം തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ്. തേർഡ് സ്റ്റാൻസയിലേക്ക് പോവാം. ദ മെർച്ചൻറ്റ് ഹി മേ ബൈ ആൻഡ് സെൽ. ദ ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ. കച്ചവടക്കാർ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നു, അവരുടെ ഡ്യൂട്ടി നന്നായി ചെയ്യുന്നു. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്. ഓരോ തിരക്ക് പിടിച്ച ദിവസങ്ങളിലും ആളുകൾ നന്നായി കഷ്ടപ്പെടുന്നു, നന്നായി അധ്വാനിക്കുന്നു. ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസൻറ്റ് വേയ്സ്. ചില ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വെറുതെ നടക്കുന്നു. ഫ്രം കിങ് ടു ബെഗർ. രാജാവ് മുതൽ പിച്ചക്കാരൻ വരെ വാട്ട് എവർ ബിഫോൾ, എന്ത് തന്നെ സംഭവിച്ചാലും എന്ത് തന്നെ ആയാലും ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. കർഷകൻ തന്നെയാണ് അവരെല്ലാം തീറ്റിപ്പോറ്റുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ ഫാമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്. കർഷകൻ്റെ അധ്വാനം അല്ലെങ്കിൽ കർഷകൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. ഹീസ് പാർട്ണർ വിത്ത് ദ സ്കൈ ആൻഡ് എർത്ത്. അദ്ദേഹം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും പാർട്ട്ണറാണ്. ഹീസ് പാർട്ണർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ. മഴയുടെയും സൂര്യൻ്റെയും പാർട്ട്ണറാണ്. എന്ന് വെച്ചാൽ മഴയെയും വെയിലിനെയും പിന്നെ ആകാശത്തിനെയും മണ്ണിനെയൊക്കെ ആശ്രയിച്ചാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ. ആർക്കും തന്നെ നഷ്ടമില്ല. കർഷകർക്ക് നഷ്ടം വന്നാൽ വേറെ ആർക്കും നഷ്ടമില്ല. ആൻഡ് മെൻ മേ റൈസ് ഓർ മെൻ മേ ഫോൾ. മനുഷ്യർ ചിലപ്പം ഉയർന്നേക്കാം, ഉയർച്ചയിലെത്തിയേക്കാം, അല്ലെങ്കിൽ താഴെ വീണേക്കാം. ബട്ട് ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. എന്ത് അവസ്ഥയിലാണെങ്കിലും അവരെല്ലാം തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ്. കൂട്ടുകാർക്ക് പോകാൻ മനസ്സിലായോ? ഇനി നമുക്ക് ഓതറെ കുറിച്ച് നോക്കാം. എബൌട്ട് ദ പോയറ്റ്. അമേലിയ എഡിത്ത് ഹഡ്സൺ ബാർ, ഇതാണ് നമ്മുടെ പോയറ്റിൻ്റെ പേര്. വാസ് എ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആൻഡ് ടീച്ചർ. അവരൊരു ബ്രിട്ടീഷുകാരിയായ നോവലിസ്റ്റും ടീച്ചറുമായിരുന്നു. ഹെർ വർക്ക്സ് ഇൻക്ലൂഡ് റൊമാൻസ് ആൻഡ് റിയാലിറ്റി. അവരുടെ വർക്കുകൾ റൊമാൻസും റിയാലിറ്റിയും ഒക്കെ നിറഞ്ഞതായിരുന്നു. ഒരുപാട് വർക്ക്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാൻ വെഡേഴ്സ് വൈഫ്, എ ഡോട്ടർ ഓഫ് 5, ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്, അത് ഓട്ടോബയോഗ്രഫിയാണ്. റിമെമ്പർ ദ അലാമോ, ദ ബോ ഓഫ് ഓറഞ്ച് റിബൺ എറ്റ്സെട്ര. ഇതെല്ലാം അവരുടെ വർക്കുകളാണ്. ഇനി താഴെയായിട്ട് ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്, അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം. പിക്ക് ഔട്ട് ദ ലൈൻ ദ ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് എ കിങ്. രാജാവിൻ്റെ റോൾ പറയുന്ന ലൈൻ ഏതാണെന്ന് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ. ഈ ലൈനാണ് രാജാവിൻ്റെ റോളിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫാമർ ഈസ് സുപ്പീരിയർ ടു ദ കിങ്. ഡു യു അഗ്രി? എക്സ്പ്ലെയിൻ. ഫാമർ, കർഷകൻ, കിങ്ങിനേക്കാൾ മുകളിലാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ യെസ്, ഐ എഗ്രി. നമുക്കതിനോട് യോജിക്കാം അല്ലേ? ദ ഫാമർ ഈസ് ഫീഡിങ് ഓൾ പീപ്പിൾ ഇൻക്ലൂഡിങ് കിങ്.
രാജാവ് അടക്കമുള്ള എല്ലാ ജനങ്ങളെയും ഫീഡ് ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് ഫാമറാണ്. സോ ഹീ സുപ്പീരിയർ ടു ദ കിങ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കിങ്ങിനേക്കാൾ സുപ്പീരിയർ ആണ്, കിങ്ങിനേക്കാൾ മുകളിലാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വേർ ഡസ് എ സെയിലർ ഗോ? സെയിലർ എങ്ങോട്ടാണ് പോകുന്നത്? ആൻസർ, ദ സെയിലർ ഗോസ് ഓവർ വൈഡ് ഓഷ്യൻസ്. വിശാലമായ കടലിലേക്കാണ് സെയിലർ പോകുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ poem ഫോർ ദ പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽസ്. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്ക് എന്താണ് പറയുന്നത്? ആ വേർഡ് പോന്ന് പിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഏതാ വേർഡ്? ദ മെർച്ചൻറ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു തിങ്ക് ഫാമിംഗ് ഈസ് എ നോബിൾ പ്രൊഫഷൻ? എക്സ്പ്ലെയിൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കൃഷി ഒരു നല്ല ജോലിയാണ്, നല്ല നോബിളായിട്ടുള്ള ഒരു ജോലിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. യെസ്, ഫാമിംഗ് ഈസ് ദ ഓൺലി പ്രൊഫഷൻ വിച്ച് ഹെൽപ്സ് ടു ഫീഡ് എവരി വൺ. കൃഷിയാണ് എല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന ഒരേ ഒരു ജോലി. അതുകൊണ്ട് അത് നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ poem. The writer thinks, the poet sings, the craftsman fashion wondrous things, the doctor heals, the lawyer pleads, the miner follows, the precious leads. But this or that, whatever befall, the farmer he must feed them all. ഇതിന് താഴെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ എഴുതണം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇതിലെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞത്. സിങ്സ് തിങ്സ്, പ്ലീഡ്സ് ലീഡ്സ്, ബിഫോൾ ഓൾ, ഇവയാണ് റൈമിംഗ് വേർഡ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ poem ദ ഫാമർ എ ലൈൻ ഈസ് റിപ്പീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സ്റ്റാൻസ. ഫൈൻഡ് ദ റിക്കറിംഗ് ലൈൻ. ഈ ദ ഫാമർ എന്ന പോയത്തിൽ ഒരു ലൈൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ലൈൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആ ലൈൻ ഏതാ? ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ എന്ന ലൈനാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആക്ടിവിറ്റി 2 നോക്കാം. ദർ ആർ സെവറൽ പീപ്പിൾ ഹു പെർഫോം വേരിയസ് ഡ്യൂട്ടീസ്. ഒരുപാട് ആളുകൾ പല ജോലികൾ ചെയ്യുന്നവരുണ്ട്. ലെറ്റ്സ് ഫൈൻഡ് സം ഓഫ് ദം. നമുക്കതിൽ ചിലരെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ, എ പേഴ്സൺ ഹൂ ഡിസൈൻസ് ബിൽഡിങ്സ് ആൻഡ് ഹൗസസ്. ബിൽഡിങ്സും വീടുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾ ആരാ? ആൻസർ ഈസ് എൻജിനീയർ. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹൂ പ്രിപ്പയർസ് ഫുഡ് ഇൻ എ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആൾ. ആൻസർ എന്താ? ഷെഫാണ് അല്ലേ? ദെൻ തേർഡ് വൺ, എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് പേഷ്യൻസ്. പേഷ്യൻസിനെ, രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ആരാ? ഡോക്ടർ. ദെൻ ദ ഫോർത്ത് വൺ, എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു പ്രിവെൻറ്റ് ഫയർ ആക്സിഡൻറ്റ്സ്. തീ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ തടയുന്ന ആൾ ആരാണ്? ഫയർ പ്രിവെൻഷൻ ഓഫീസർ. ആക്ടിവിറ്റി 3 നോക്കാം. ലെറ്റ്സ് വിഷ്വലൈസ് ദ poem ദ ഫാമർ. പ്രിപ്പയർ എ കൊറിയോഗ്രാഫി സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻസേഴ്സ്. നമുക്ക് ഈ poem ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. അതിനുവേണ്ടി ഒരു കൊറിയോഗ്രാഫി സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ കൊറിയോഗ്രാഫി സ്ക്രിപ്റ്റ്, അതാണ് ഹെഡിങ്. ഫസ്റ്റ് വൺ, ടൈറ്റിൽ ഓഫ് ദ poem. ആദ്യം തന്നെ ടൈറ്റിൽ എഴുതണം. ടൈറ്റിൽ ഓഫ് ദ poem ദ ഫാമർ. ദെൻ തീം ഓഫ് ദ poem. ഈ കവിതയുടെ തീം എന്താണെന്ന് എഴുതണം. കവിതയുടെ തീം ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമർ ആൻഡ് ഫാമിംഗ്. ദെൻ ലൊക്കേഷൻസ്, പാലസ്, ഗ്രൗണ്ട്, ബോർഡ് ഓണർഷിപ്പ്, ഫാം, ഇതൊക്കെയാണ് ലൊക്കേഷൻസ്. ദെൻ ക്യാരക്ടേഴ്സ്, കിങ്, സോൾജിയർ, സെയിലർ, പോയറ്റ്, റൈറ്റർ, ടീച്ചർ, ക്രാഫ്റ്റ്സ്മാൻ, മൈനർ, മെർച്ചൻറ്റ്, ഇവരാണ് ക്യാരക്ടേഴ്സ്. ദെൻ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. ക്രൗൺ, പ്ലോ, സ്റ്റെതസ്കോപ്പ്, മൈക്ക്, ചോക്ക്, എറ്റ്സെട്ര. ഇനി ചെയ്യേണ്ടത് ഇവൻറ്റ്സ് ആണ്. കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ എഴുതണം. ദ കിങ് എൻറ്റേഴ്സ് ആൻഡ് വാച്ചസ് ഹിസ് സബ്ജക്ട്സ്. ദ സോൾജിയേഴ്സ് മാർച്ച് ആൻഡ് സല്യൂട്ട് എവ്രി വൺ. ദ സെയിലേഴ്സ് വർക്ക് ഓൺ ബോർഡ് ദ ഷിപ്പ്. ദ ഫാമർ വർക്ക്സ് ഇൻ ഹിസ് ഫീൽഡ് ആൻഡ് പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ഓൾ. ഇതിൻ്റെ ബാക്കിയുള്ള ഇവൻറ്റ്സ് നമ്മൾ എഴുതണം. ദ റൈറ്റർ റൈറ്റ്സ് എ സോങ്. ദ സിംഗർ സിങ്സ് ദ സോങ്. ദ ഡോക്ടർ ട്രീറ്റ്സ് ദ പേഷ്യൻസ്. ദ മൈനർ ഈസ് ഡൂയിങ് ഹിസ് വർക്ക്. ദ മെർച്ചൻറ്റ് ബൈസ് ആൻഡ് സെൽസ് തിങ്സ്. ദ ടീച്ചർ ടീച്ചേഴ്സ് ദ സ്റ്റുഡൻസ്. ഇത്രയും ഇവൻറ്റ്സ് നമ്മൾ എഴുതി ചേർക്കണം. ദെൻ ആക്ടിവിറ്റി 4, പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ എൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമാജിൻ ദാറ്റ് ദർ ഇസ് എ ഫാമർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്തൊരു കർഷകനുണ്ടെന്ന് സങ്കല്പിക്കുക. ഹി മേക്സ് യൂസ് ഓഫ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ. അദ്ദേഹം നല്ല പ്രകൃതിദത്തമായ രീതികൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഹി കൾട്ടിവേറ്റ്സ് വെജിറ്റബിൾസ്. അദ്ദേഹം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. ബനാനാസ്, വാഴക്കൃഷിയുണ്ട്. ആൻഡ് അതർ ഫ്രൂട്ട്സ്, മറ്റു പഴങ്ങളുടെ കൃഷിയുമുണ്ട്. ഹിസ് ഫാമിലി സപ്പോർട്ട്സ് ഹിം. അദ്ദേഹത്തിൻ്റെ കുടുംബം നന്നായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹി ഹാസ് എ ഗുഡ് yീൽഡ് എവ്രി ഇയർ. ഓരോ വർഷവും അദ്ദേഹത്തിന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്.
ഹീ സെൽസ് ഹിസ് പ്രോഡക്ട്സ് ഇൻ ദ ഫാമേഴ്സ് സൊസൈറ്റി. ഫാമേഴ്സ് സൊസൈറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഫാമിംഗ് ഹാസ് ബിക്കം ഹിസ് പ്രൊഫഷൻ ആൻഡ് ഹി എൻജോയ്സ് ഇറ്റ് വെരി മച്ച്. ഫാമിംഗ് അഥവാ കൃഷി അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്. അത് അദ്ദേഹം നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു ഇൻ്റർവ്യൂ ദ ഫാമർ. നിങ്ങളുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ആ ഫാമറെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഫോർ ദ ഇൻ്റർവ്യൂ. ചുരുങ്ങിയത് 5 ക്വസ്റ്റ്യൻസ് ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വൈ ഡിഡ് യു സെലക്ട് ഫാമിംഗ് ആസ് എ മീൻസ് ഓഫ് ലിവിങ്? എന്തുകൊണ്ടാണ് ഒരു ജീവിതമാർഗ്ഗമായി നിങ്ങൾ കൃഷി തന്നെ തിരഞ്ഞെടുത്തത്? സെക്കൻഡ്, വാട്ട് ആർ ദ വേരിയസ് ക്രോപ്സ് ഇൻ യുവർ ഫാം? എന്തൊക്കെ കൃഷികളാണ്, എന്തൊക്കെ വിളകളാണ് നിങ്ങളുടെ ഫാമിൽ കൃഷി ചെയ്യുന്നത്? തേർഡ് വൺ, വേർ ഡു യു ഗെറ്റ് ദ നോളജ് ഫോർ ഫാമിംഗ്? കൃഷിക്ക് വേണ്ട അറിവ് താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ദെൻ ദ ഫോർത്ത് വൺ, ക്യാൻ യു ഗെറ്റ് വാട്ട് യു നീഡ് ഫോർ ലിവിങ് ഫ്രം ഫാമിംഗ്? നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുമോ? ദെൻ ദ ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡു യു പ്രിഫർ നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്? എന്തുകൊണ്ടാണ് പ്രകൃതിദത്തമായ രീതികൾ തന്നെ താങ്കൾ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്? ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.